വളരെ പ്രയാസത്തിലാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഇവിടെ ശരിയായ വിധത്തിൽ പറഞ്ഞു തന്ന് വളരെ ഹെൽപ്ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ലെഫ്റ്റ് കണ്ണ്, ആ കണ്ണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഇതായിരുന്നു. എന്നാൽ ഡോക്ടർ അത് വളരെ ഈസി ആയിട്ട് എനിക്കെല്ലാം ചെയ്തു തന്നു. അത് നമ്മുടെ വിഷ്വൽ ആക്സിസിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് ആദ്യമേ അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് പെട്ടെന്ന് തന്നെ വളരെയധികം കാഴ്ചക്കുറവ് ഉണ്ടാവുന്നു. എൻ്റെ പേര് മാത്യു ജോർജ്. ഞാൻ ഓതറയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ രണ്ട് കണ്ണിനും കാറ്ററേജായിട്ട് വളരെ പ്രയാസത്തിലാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഇവിടെ വന്ന് ഡോക്ടർ തീർത്ഥ മാഡത്തിനെ കണ്ടു. തീർത്ഥ മാഡം എനിക്ക് ഓരോ കാര്യത്തിനും എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും ശരിയായ വിധത്തിൽ പറഞ്ഞു തന്ന് വളരെ ഹെൽപ്ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അതിൽ ആദ്യത്തെ കണ്ണ് നവംബർ 13 ഓപ്പറേഷൻ ചെയ്തു. അതിനുശേഷം ഡിസംബർ 29 രണ്ടാമത്തെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തു, ലെഫ്റ്റ് കണ്ണ്. ആ കണ്ണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഇതായിരുന്നു. എന്നാൽ ഡോക്ടർ അത് വളരെ ഈസി ആയിട്ട് എനിക്കെല്ലാം ചെയ്തു തന്നു. ഇവിടുത്തെ സ്റ്റാഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാഫെല്ലാം എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. എല്ലാ കാര്യങ്ങളും അതാത് രീതിയിൽ എവിടെ ചെന്ന് ചെയ്യണമെന്നുള്ളത് എനിക്ക് കൊണ്ടുവന്നില്ല, എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു. അങ്ങനെ എൻ്റെ രണ്ട് കണ്ണുകൾക്കും ശരിയായ വിധത്തിൽ കാഴ്ച ലഭിക്കുവാനും ഇപ്പം നല്ല രീതിയിൽ വായിക്കുവാനും എല്ലാം സാധിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഈ ഹോസ്പിറ്റലിനോടും ഡോക്ടറോടും എല്ലാവരോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ തീർത്ഥ രാജേഷ്, കല്ലിശ്ശേരി ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കൺസൾട്ടൻറ്റ് ഓഫ്താൽമോളജിസ്റ്റ് ആൻഡ് ഫേക്കോ സർജനാണ്. നമ്മളോട് ഇപ്പോൾ സംസാരിച്ച അച്ഛൻ മാത്യു ജോർജ്, അച്ഛൻ്റെ രണ്ട് കണ്ണിലും പോസ്റ്റീരിയർ പോളാർ വിഭാഗത്തിലുള്ള കാറ്ററാക്റ്റ് ആയിരുന്നു. പോസ്റ്റീരിയർ പോളാർ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കാറ്ററാക്റ്റ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ വിഷ്വൽ ആക്സിസിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് ആദ്യമേ അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് പെട്ടെന്ന് തന്നെ വളരെയധികം കാഴ്ചക്കുറവ് ഉണ്ടാവുന്നു. പോസ്റ്റീരിയർ പോളാർ കാറ്ററാക്റ്റിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോർമലി കാറ്ററാക്ട് സർജറി ചെയ്യുമ്പോൾ തിമിരം എടുത്തു മാറ്റി നമ്മുടെ കണ്ണിനകത്ത് തന്നെയുള്ളൊരു പോസ്റ്റീരിയർ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ ബാഗിനകത്താണ് ലെൻസ് ഇടുന്നത്. പോസ്റ്റീരിയർ പോളാർ വിഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റീരിയർ പോളാർ കാറ്ററാക്റ്റ് ഉള്ള പേഷ്യൻസിന് ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് ഈ പോസ്റ്റീരിയർ ക്യാപ്സ്യൂൾ, ഈ നമ്മൾ ലെൻസ് ഇടുന്ന ബാഗിന് വീക്ക്നെസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാറ്ററാക്ട് സർജറി ചെയ്യുമ്പം എപ്പോഴും ഒരു പേഷ്യൻറ്റിന് ബാക്കപ്പ് ലെൻസസ് എടുത്തു വെക്കും. അതെന്താണെന്ന് വെച്ചാൽ ഈ പോസ്റ്റീരിയർ ക്യാപ്സ്യൂളിന് വീക്ക്നെസ് ഉള്ള പേഷ്യൻറ്റിന് അതല്ലാത്ത വേറെ ഓപ്ഷൻസ്, അതായത് സൾക്കസ് ലെൻസ് ഉണ്ട്, അതായത് 3 IOL. ഇനി സൾക്കസിനും വീക്ക്നെസ് ഉള്ള പേഷ്യൻസിന് ഐറിസ് ക്ലോ IOL എന്ന് പറഞ്ഞ ഐറിസ് ക്ലോ ലെൻസസ് നമ്മുടെ കണ്ണിൻ്റെ ബ്രൗൺ കളർ പോർഷൻസിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാവുന്ന ലെൻസസും എടുത്തു വെക്കാറുണ്ട്. ഈ അച്ഛൻ്റെ രണ്ട് കണ്ണിലും പോസ്റ്റീരിയർ പോളാർ കാറ്ററാക്റ്റ് ആയിരുന്നു. എന്നിരുന്നാലും പോസ്റ്റീരിയർ ക്യാപ്സ്യൂളിൽ തന്നെ അച്ഛൻ സെലക്ട് ചെയ്ത ലെൻസ് തന്നെ ഇടാൻ പറ്റി. രണ്ട് കണ്ണിൻ്റെയും സർജറി വിജയകരമായി പൂർത്തീകരിക്കാൻ പറ്റി.